ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നിഫ്റ്റിയിലെ നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള മേജർ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ നമ്മളിന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. അപ്പോൾ നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് കണ്ടുപിടിക്കാനാണ് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ മുമ്പുണ്ടാക്കിയൊരു ഹൈ എന്ന് പറയുന്നത് ഇതും പിന്നത്തെ ലോ ഇതാണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഉണ്ടാക്കിയ ഒരു വീക്ക്ലി ഹൈനെ, ഒരു സ്വിങ് ഹൈനെ അത് സ്വീപ്പ് ചെയ്തെങ്കിൽ അത് ക്ലോസ് ചെയ്തില്ല. സ്വീപ്പ് ചെയ്തെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയായിരുന്നു ഒരു റിവേഴ്സൽ സെറ്റപ്പ് ഫോം ആയിരുന്നു, ഇനി ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നത്. പക്ഷേ അതൊരു ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഒരു റിവേഴ്സലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ FEGയിൽ ആണിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലുള്ള FEG എന്ന് പറയുന്നത് നമുക്കൊരു മിഡിൽ പോർഷൻ കണ്ടുപിടിക്കണം, ഒരു 50%. അതിനായിട്ട് നമുക്ക് ഫിബ് വെച്ചിട്ട് 50% കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് റെഡ്യൂസ് ചെയ്യാം, ഒന്ന് റിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ മാത്രമാണ് ഇത് പറയുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ 3 മിനിറ്റിലും 1 മിനിറ്റിലും അങ്ങനെ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫർമേഷനും കുറച്ചുകൂടി സ്റ്റോപ്പ് ലോസുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓർഡർ ബ്ലോക്കായിട്ട് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ലോയിൽ ഉണ്ടാക്കിയ വിക്ക് നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക്, ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും FEG നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം, കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി ആക്യുറേറ്റ് ലെവൽസ് കണ്ടുപിടിക്കാനായിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈയും ലോയും തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഡൗൺ ട്രെൻഡിൽ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ച് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടി. ആ ലെവലാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് COC. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്, FEG കിട്ടിയിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു FEG നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ബുള്ളിഷ് FEG നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യുന്ന വഴി FEGനെ ഒന്നുകൂടി ഒന്ന് റിഫൈൻ ചെയ്യാനായിട്ട് നമുക്കിവിടെ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു FEG മാർക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് FEG ആയിട്ട് അതിനെ കണക്കാക്കാം. എന്നിട്ട് നമുക്ക് പഴയ FEG നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ FEG കിട്ടി. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റുള്ള ലെവലെന്ന് പറയുന്നത് നമ്മുടെ ബുള്ളിഷ് FEG ഡെയിലി ടൈം ഫ്രെയിമിലുള്ളതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ FEG എടുത്തിട്ടാണ് ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ FEGയിൽ ടാപ്പ് ചെയ്യോ അതോ നമുക്ക് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് കിട്ടില്ല എന്ന്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ലാസ്റ്റ് വീക്കിലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ലെവലുകൾ തന്നെയാണ്. ഇവിടെ നമുക്കൊരു കൺസോൾട്ടേഷൻ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് ലോ, ആ കൺസോൾട്ടേഷൻ്റെ ലോ എന്ന് പറയുന്നത് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്തിട്ടാണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് താഴെ നമുക്ക് ഒത്തിരി ലിക്വിഡിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ ലിക്വിഡിറ്റീസിന് സ്വീപ്പ് ചെയ്തിട്ട് പോകാനുള്ള, റിവേഴ്സൽ തരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വിങ് ലോ, നമ്മളോട് മുമ്പ് മാർക്ക് ചെയ്തേക്കണം ആ സ്വിങ് ലോ നമുക്കൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 4 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോയും ഈ ഹൈയും ഇതാണ് നമ്മുടെ ശരിക്കുള്ള ട്രേഡിംഗ് റേഞ്ച്. നെക്സ്റ്റ് വീക്കിലേക്കുള്ള ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സാക്ട്ലി ഉള്ളത് ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രീമിയം സോണിൽ സെല്ലും ഡിസ്കൗണ്ട് സോണിൽ ബൈ ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇക്വിലിബ്രിയം പൊസിഷനിലാണ് ഈ വീക്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഗ്യാപ്പുകളൊക്കെ നമുക്ക് എടുത്തിട്ട് വേണം ഇനി മുകളിലേക്ക് ഒരു ഫർദർ മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ FEGയോ
അല്ലെങ്കിൽ ഈ ഗ്യാപ്പോ ഫില്ല് ചെയ്തിട്ടേ ഇനി മുകളിലേക്ക് പോവുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ബെയർ സൈഡിലേക്കുള്ള ഒരു FVG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി അവിടെ നിന്നും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് തന്നെയാണ് നമ്മുടെ വ്യൂ ഉള്ളത്. അപ്പോൾ നമുക്കിത് ഒരു ബെയർ സൈഡിലേക്കുള്ളൊരു FVG ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്താലും താഴത്തേക്കുള്ള മൂവ്മെൻറ്റിന് തന്നെയാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം താഴെ ഒത്തിരി ലെവലുകളുണ്ട്. ഒരു FVG ഉണ്ട്, ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്, അതിന് താഴെ ഒരു ബുള്ളിഷ് OB ഉണ്ട്. ഇതൊക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ലെവൽ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ ഈ കറൻ്റ്ലി ഇക്വിലിബ്രിയത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ട് മുകളിലായിട്ടുണ്ടായ FVGയിൽ മേ ബി ടാപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് വന്ന് നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഒരു മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇവിടുന്ന് നേരിട്ട് നമ്മുടെ FVGയും ഗ്യാപ്പും ഫില്ല് ചെയ്ത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് OB എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി താഴത്തേക്ക് വന്നാലാണ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിന് ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നല്ല എൻട്രീസ് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റികളും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റികളും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഹൈ നമുക്ക് ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ രണ്ടാമത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാം. ഇതൊക്കെ 1 hour ടൈം ഫ്രെയിമിലാണ് ചെയ്യുന്നത്. ഇവിടെ മൂന്നാമത്തെ ഈ ഒരു ഹൈ, ആ ഒരു ഹൈ നമുക്ക് വീണ്ടും ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഇൻട്രാഡേ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല റിവേഴ്സൽ തരുന്ന ലെവലുകൾ തന്നെയാണ്. ഇനിയിപ്പോൾ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ഉണ്ടാക്കിയ ഒരു ലോ എന്ന് പറയുന്നത് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൊണ്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്ത് FVG എടുത്ത് നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ എന്തായാലും മൺഡേ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു താഴത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇപ്പോൾ റെയർ കേസിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് താഴത്തേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. താഴത്തേക്കാണെങ്കിൽ നമ്മുടെ OBയിൽ നിന്ന് ടാപ്പ് ചെയ്തിട്ട് എൻട്രി വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് വീണ്ടും സ്വിങ് ഹൈ 23,875 24,000ലേക്ക് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇൻ കേസ് നമ്മുടെ OBയും ബ്രേക്ക് ചെയ്ത് നമ്മുടെ ആ ലോയും കറൻലി ഉണ്ടാക്കിയിരിക്കുന്ന ആ സ്വിങ് ലോയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ ഒരു സ്വിങ് ലോയും ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വിങ് ലോ കൂടി ഇതുവരെ എടുത്തിട്ടില്ലാത്തൊരു സ്വിങ് ലോയാണത്. ആ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കൂടി എടുക്കാനുള്ള ചാൻസ് റയർ കേസിലാണെങ്കിലും അതും നമുക്ക് കാണാൻ ചാൻസുകളുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒത്തിരി നെഗറ്റീവ് ന്യൂസുകൾ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നെഗറ്റീവായി കഴിഞ്ഞാൽ ഈ OBയിലൊന്നും നിൽക്കില്ല. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 21,250 റേഞ്ചാണ് ഏറ്റവും ലോ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് വിട്ടൊരു ലോ വീണ്ടും താഴത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് നല്ല എൻട്രീസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. നല്ല നല്ല ലെവൽസുകൾ വരുമ്പോൾ നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ പുതിയൊരു വീഡിയോയും വരുന്നത് വരെ ബൈ.